അതുകൊണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ നന്നായിട്ട് അവിടെ പഠിച്ചെടുക്കും. ഓക്കെ, അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, വീട്ടിലിരുന്നൊക്കെ ഒന്നും അറിയാതെ പഠിക്കുന്നവർ, ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പഠിക്കുന്നവർ വിട്ടുപോകുന്ന ഏരിയയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ സാമ്പത്തിക മേഖല കൊടുത്തിട്ടുണ്ട്, വിവിധ മേഖലകളുണ്ട്. ആ രീതിയിലുള്ള ഒരു ചെറിയ സിലബസാണ്. ആ സിലബസ് കൃത്യമായിട്ട് പഠിച്ച് വീണ്ടും റിവിഷൻ ചെയ്ത് അല്ലേ, മാക്സിമം മോഡൽ എക്സാമുകളൊക്കെ എഴുതി. പിന്നെ എന്താണ്, മോഡൽ എക്സാമുകൾ മാക്സിമം എഴുതണം. കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്തു, ഇനി മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് 100ൽ വേണ്ടിയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ മെൻറ്റർ ഉണ്ടാവില്ല എന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടെങ്കിൽ, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നോർമൽ ബാച്ച് എടുത്താലും മതി. ഇനി ഒരു ഗൈഡൻസ് വേണം, എൻ്റെ ഒരു ഗൈഡൻസ് വേണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ LDCയുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി LGSനുള്ള പഠനവും നല്ല ആവേശകരമായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ വന്ന ഒരു പ്ലാൻ പ്രകാരം ജൂലൈ 27 LDCയുടെ ആദ്യഘട്ടം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു. ഒക്ടോബറിൽ അല്ലെ അവസാന ഘട്ടക്കാർ കുറച്ച് ജില്ലക്കാരും അതോടൊപ്പം തന്നെ ബൈ ട്രാൻസ്ഫർ 14 ജില്ലകളിലെയും ബൈ ട്രാൻസ്ഫർ ഒക്ടോബറിൽ നടക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് LGS പരീക്ഷ എന്നുള്ളത് ഒക്ടോബറിൽ ഇത് എപ്പോഴാണോ നടക്കുന്നത് അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, LGSൻ്റെ പ്രതീക്ഷിക്കാം. അതിനിടയിൽ കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കാലങ്ങളായിട്ട് നടക്കുമ്പോൾ LDCയും LGSും ഒരുമിച്ച് നടക്കുന്ന ഒരു സന്ദർഭങ്ങൾ പൊതുവെ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ എപ്പോഴാണോ LDC അവസാനിക്കുന്നത് അതിന് ശേഷം അല്ലെങ്കിൽ നവംബറിൽ ആ രീതിയിലായിരിക്കും നമ്മുടെ LGSൻ്റെ ഓരോ ഘട്ടങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും എന്തുണ്ട്, 5-6 മാസത്തോളം അല്ലേ, ഒരു 5-6 മാസത്തോളം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ LDCക്ക് ഈ ടൈം ടേബിളും ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്കൊരു ആവേശം കയറിയില്ലേ, നിങ്ങളിൽ LDC ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ആവേശം കയറിയിട്ടില്ലേ, ആ ഒരു ആവേശത്തോടു കൂടി തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റണം, പഠിച്ചു പോകാൻ പറ്റണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തോളം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പലർക്കും സാധിക്കാത്തതാണ് അല്ലേ. 5-6 മാസം ഈ ഒരേ ആവേശത്തോടെ ഈ എന്തെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോഴുള്ള അതേ ആവേശത്തോടെ ഈ ദീർഘകാലം പഠിച്ചു പോകാൻ പറ്റാത്ത ആളുകളാണ് ഭൂരിഭാഗവും. അങ്ങനെ പഠിച്ചു പോകാൻ പറ്റുക എന്നുള്ള ഒറ്റ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന LGS ഒന്നും നിങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. കാരണം ആ രീതിയിലുള്ള ഒരു ചെറിയ സിലബസാണ്. ആ സിലബസ് കൃത്യമായിട്ട് പഠിച്ച് വീണ്ടും റിവിഷൻ ചെയ്ത് അല്ലേ, മാക്സിമം മോഡൽ എക്സാമുകളൊക്കെ എഴുതി പെർഫെക്റ്റ് ആവുക എന്നുള്ളത് ചെയ്യാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങൾ എവിടെയും ചെയ്യാനില്ല. SCRT പഠിക്കണം, നോൺ SCRT പഠിക്കണം, മാത്സിലും അതേപോലെ തന്നെ SCRTയും നോൺ SCRTയും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇത്രയും സാധനങ്ങളുള്ളൂ. ആ ഒരു ചെറിയ സിലബസാണ്. പക്ഷെ അതിൽ വീണ്ടും പെർഫെക്ഷൻ വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നിലേക്ക് എത്തും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഒരു പഠനം നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അത് അനുസരിച്ചുള്ള ഒരു ഗോൾഡ് ബാച്ച് നമ്മളിപ്പോൾ ഈ ഏപ്രിൽ 29 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അനൗൺസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ 1-ാം തീയതി മുതൽ സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിക്കും. ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രത്യേക ഓഫറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. ആ ഓഫറുകളൊക്കെ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ താഴെ ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ വാരിയസ് LGSന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് ആണ്. അപ്പം ഏപ്രിൽ 29 മുതൽ, അതായത് 1-ാം തീയതി മുതൽ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് പോകും. 1-ാം തീയതി മുതൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ ഇതിൻ്റെ കൂടെ പറയും. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് എൻട്രിയിലെ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാം. അങ്ങനെയാവുമ്പോൾ ഇതിൽ വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് തരും. എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇപ്പോൾ ഇതെന്ന് മാത്രമല്ല, LGS അല്ല, LDC അല്ല, +2 ലെവലല്ല, ഡിഗ്രി ലെവലല്ല, ഏത് ലെവൽ പരീക്ഷയായാലും ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഈ ഹോട്ട് ടോപ്പിക്സുകളാണ്. ഈ ഹോട്ട് ടോപ്പിക്സ് അല്ല, ഓരോ പരീക്ഷയ്ക്കും ഓരോ നിലവാരത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഹോട്ട് ടോപ്പിക്സുകളാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൊടുക്കാറ്. കാരണം എന്താ, ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ തുടക്കത്തിലെ കുറച്ച് റിസൾട്ട് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെത്തി അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനൊരു ആവേശം ഉണ്ടാവുക. അല്ലാതെ റിസൾട്ടൊന്നും ഇല്ലാതെ നമുക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ കുറേ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറേ ചോദ്യങ്ങളൊക്കെ, പരിചയമുള്ള ചോദ്യങ്ങൾ അതിൽ കാണാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും, മാർക്ക് കയറി വരും. അപ്പോൾ നിങ്ങളുടെ ചിന്ത വരും, 2-3 ആഴ്ച കൊണ്ട് തന്നെ ഞാൻ ഇത്രയും മെച്ചപ്പെട്ടു അല്ലേ, എനിക്കിങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് മുന്നോട്ട് പോയാൽ നടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ വരും. അതിനനുസരിച്ചാണ്, അത് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ സ്റ്റഡി പ്ലാനും. എൻ്റെ ഓരോ സ്റ്റഡി പ്ലാനും ഇപ്പോൾ
ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ LGSനുള്ള സ്റ്റഡി പ്ലാനിൽ സ്റ്റെപ്പ് 1 ഹോട്ട് ടോപ്പിക്സ് ആണ്. 12 ദിവസം കൊണ്ട് നമ്മൾ 17 ടോപ്പിക് അവിടെ പഠിക്കും. ഈ 17 ടോപ്പിക് എന്നൊരു 15 to 20 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അത് നിങ്ങൾക്ക് എവിടെ മനസ്സിലാവും? ഈ ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് തരും? പ്രീവിയസ് LGS ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ തരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഈ 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്ത് നോക്കുമ്പോൾ അറിയുന്ന 15-20 ചോദ്യങ്ങളൊക്കെ എല്ലാ പരീക്ഷകളിലും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെറും 2-3 ആഴ്ച കൊണ്ട് അല്ലേ ഒരു പരീക്ഷയിൽ 20 മാർക്ക് നേടുക എന്ന് പറയുന്നത്, തുടക്കക്കാരന് 20 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, 100-ൽ 20 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 5-1 അല്ലേ. 5-1 കാര്യങ്ങൾ വെറും 2-3 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചെടുത്തു. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, മുന്നോട്ട് പോകാൻ ധൈര്യം വരും അല്ലേ, അവിടെ നിലനിൽക്കാനുള്ള ഒരു ധൈര്യം വരും. അങ്ങനെ നിലനിന്ന് പോയ വിജയം ഉറപ്പാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ ഈ 12 ദിവസത്തിൽ 17 ഹോട്ട് ടോപ്പിക്സ് ഉണ്ടാവും. ഓരോ ദിവസവും അത് പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ടാവും. ഈ ഓരോ ഹോട്ട് ടോപ്പിക്സ് ഓരോ ദിവസവും പഠിക്കുമ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾ നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 1ാമത്തെ ദിവസം കേരള ഭൂപ്രകൃതി വിഭജനം നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എൻട്രിയുടെ തന്നെ എത്രയോ ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. ആ ക്ലാസ്സുകൾ കാണുക, യൂട്യൂബിലുള്ള മറ്റ് ക്ലാസ്സുകൾ കാണുക. അങ്ങനെ കിട്ടാവുന്നിടത്തുനിന്ന് ക്ലാസ്സുകൾ കണ്ട് അല്ലെങ്കിൽ കയ്യിലുള്ള നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടോപ്പിക് 1ാമത്തെ ദിവസം പഠിച്ചെടുക്കുക. ഓക്കെ, ആ രീതിയിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഒന്നുകിൽ വീട്ടിലിരുന്ന് പോകാം, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് നമ്മളാവുമ്പോൾ എൻട്രിയിലാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക്? കേരള ഭൂപ്രകൃതി വിഭജനം. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേക നോട്ട്സ് ഞാൻ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഈ ക്ലാസ്സുകൾ കണ്ടോ അല്ലെങ്കിൽ നോട്ട്സ് ഉപയോഗിച്ചിട്ടോ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ ആ ഒരു ദിവസം അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം ഉണ്ടാവും. ആ എക്സാം നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യും അല്ലേ. അവിടെ എത്ര മാർക്ക് നിങ്ങൾ നേടുന്നതല്ല, എക്സാം ഓരോ ടോപ്പിക്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോയാലാണ് നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്തുള്ളൂ, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുള്ളൂ. കാരണം എന്താ? എത്രയധികം എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അത്രയധികം നിങ്ങളുടെ നെഗറ്റീവ് മാർക്കുകൾ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ. ഓരോ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് എക്സാമുകൾ നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് വീട്ടിലിരുന്ന് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എൻട്രിയിൽ ഇഷ്ടംപോലെ ഫ്രീ എക്സാമുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. എക്സാമുകളുടെ പാക്ക് തന്നെ എൻട്രിയിൽ അവൈലബിൾ ആണ്. അതൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. പിന്നെ ഡേ 2-3 നിങ്ങൾ മൗലികാവകാശവും മൗലിക കടമകളും എന്നുള്ള ടോപ്പിക് അങ്ങ് പഠിച്ച് തീർത്തേക്കുക. 2 ദിവസം ഞാൻ അതിന് തരുന്നുണ്ട്. കാരണം എന്താ? ഇത് 1 മാർക്കിൻ്റെ ടോപ്പിക്കല്ല. ചിലപ്പോൾ ചില പരീക്ഷകളിൽ 2-3 മാർക്കിനടക്കം ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അത്രയും ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ 2 ദിവസം എടുത്താലും നിങ്ങൾക്ക് നഷ്ടമില്ല. ഏതൊരു പരീക്ഷയിലും 1-ൽ കൂടുതൽ മാർക്ക് അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഡേ 4 നമ്മൾ എന്ത് ചെയ്യും? വൈറ്റമിനുകൾ എന്ന ടോപ്പിക്ക് പഠിക്കും. ഉറപ്പായിട്ടും ഒരു ചോദ്യം എന്തായാലും വരുന്നതാണ്. ബയോളജിയിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്നുള്ള ഏരിയയിൽ ചില പരീക്ഷകളിൽ വൈറ്റമിൻസ് 1-ൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഹ്യൂമൻ ബോഡി എന്തായാലും 1-ൽ കൂടുതൽ ചോദ്യങ്ങൾ വരും. അതേപോലെ ചില പരീക്ഷകളിൽ രോഗങ്ങളിൽ നിന്നായിരിക്കും 1 കൂടുതൽ ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ചില പരീക്ഷകൾ അത് വൈറ്റമിൻസ് എന്നാവും. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് വൈറ്റമിൻസ്. അപ്പോൾ അത് പഠിക്കും. അതിൽ എൻ്റെ ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, SCRT നോൺ SCRT ഒക്കെ വിശദമായിട്ട് എന്തൊക്കെ വേണോ, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ഇനി വേണോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആവും. ദെൻ ഡേ 5 കേരള നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരുകൾ, LGSുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവർ 2 പേരാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ആളുകളാണ് വൈകുണ്ഠ സ്വാമികളും ചട്ടമ്പി സ്വാമികളും. ശ്രീനാരായണ ഗുരുവിനേക്കാളും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഇവർ 2 പേരുമാണ്. LDC ലെവലിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പേര് ആദ്യം നമ്മൾ പഠിക്കും ഹോട്ട് ടോപ്പിക്സിൽ. പിന്നീട് അങ്ങോട്ട് ബാക്കി എല്ലാവരും പഠിക്കും. ഓക്കെ, അപ്പോൾ ഡേ 5 അത് പഠിക്കും. അതിൻ്റെ പരീക്ഷ ഉണ്ടാവും. ദെൻ ഡേ 6 പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും അതേപോലെ സാമ്പത്തിക മേഖലകളുടെ വിഭജനം, ഈ രീതിയിൽ കാര്യങ്ങൾ ടോപ്പിക്ക് പഠിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്കണോമിക്സ് സിലബസിലുണ്ടോ? ഉണ്ട് അല്ലേ. വിവിധ മേഖലകൾ എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ കാണാം. അവിടെ സാമ്പത്തിക മേഖലയുണ്ട്. അവിടെ ഈ മേഖലകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ നന്നായിട്ട് അവിടെ പഠിച്ചെടുക്കും. ഓക്കെ, അത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, വീട്ടിലിരുന്നൊക്കെ ഒന്നും അറിയാതെ പഠിക്കുന്നവർ, ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പഠിക്കുന്നവർ വിട്ടുപോകുന്ന ഏരിയയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ സാമ്പത്തിക മേഖല കൊടുത്തിട്ടുണ്ട്. വിവിധ മേഖലകളുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല, സാഹിത്യ മേഖല, സാമ്പത്തിക മേഖല എന്നൊക്കെ പറഞ്ഞ് കുറേ മേഖലകൾ കൊടുത്തിട്ടുണ്ട് ഒരു 7ാമത്തെ മൊഡ്യൂളിൽ അല്ലേ. അതാണ് ഈ സാധനം. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അത് പഠിക്കും. പിന്നെ ഇത് മൊത്തത്തിലുള്ളൊരു റിവിഷൻ ഡേ ആണ്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് റിവിഷൻ എക്സാം ഉണ്ടാവും. അതുകൂടാതെ ഈ 6 ദിവസം കഴിഞ്ഞാൽ ഒരു റിവിഷൻ ഡേ ഉണ്ടാവും. ആ റിവിഷൻ ഡേയിൽ നിങ്ങൾ ഈ 6 ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രത്യേക റിവിഷൻ എക്സാം ഉണ്ടാവും. ഓരോ ദിവസമുള്ള എക്സാം കൂടാതെയുള്ള ഒരു റിവിഷൻ എക്സാമാണിത്. എന്നിട്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് കടക്കും. ഡേ 7-8 നമ്മൾ രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് സ്ഥിരം ചോദ്യം വരുന്നതാണ്. അതുകൊണ്ട് ആ ടോപ്പിക്ക് പഠിക്കും. അതോടൊപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ യുദ്ധങ്ങൾ പഠിക്കും
ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന മറ്റൊരു ഏരിയയാണ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി. ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൽ ഡി സിയുടെ സിലബസിൽ ഭരണഘടന പ്രത്യേകം കൊടുത്തിട്ടില്ലേ? ആ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എൽ ജി എസിന് വേണ്ടി പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്തരം ഏരിയ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിക്കും. അത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ ഡേ 9, 10 നമ്മൾ ഇന്ത്യയുടെ അതിർത്തികളും അതിർത്തി രാജ്യങ്ങളും, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, സങ്കര ഇനം വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഈ 4 ടോപ്പിക്ക് 2 ദിവസം കൊണ്ട് പഠിക്കും. ഉറപ്പായിട്ടും ഒരു 5 മാർക്ക് കൂടുതൽ ഈ സാധനത്തിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് കൊയ്തെടുക്കാനും പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ആവശ്യത്തിനുള്ള റിവിഷൻ ഡേ ഒക്കെ തരും. കാരണം നിങ്ങൾക്കിപ്പോൾ മുന്നിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ സിലബസ് കൃത്യമായിട്ട് ഒതുക്കി തീർത്ത് പഠിച്ചെടുത്ത് റിവിഷൻ നടത്തി മോഡൽ എക്സാം എഴുതി ടോപ്പ് റാങ്ക് നേടാനുള്ള ഇഷ്ടം പോലെ സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പരിഗണിച്ച് നിങ്ങൾക്ക് ആവശ്യമായ റിവിഷൻ ഡേയും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അതേപോലെ ഡേ 11 നമ്മൾ ഫിസിക്കൽ സയൻസിൽ താപവും ഊഷ്മാവും എന്നുള്ള ടോപ്പിക്ക് പഠിക്കും. ഡേ 12 നമ്മൾ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ, സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്, മെഡുല്ല ബ്ലാങ്കറ്റ, ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളും അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത്രയും ഏരിയ 12 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കും. അങ്ങനെ ഈ 17 ഏരിയ പഠിക്കുമ്പോൾ തന്നെ ഞാനിത് ഉറപ്പ് പറയാം, നിങ്ങൾ എന്ത് ചെയ്തോ ഈ LGS ലെവലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നോക്ക്. എന്നിട്ട് ഇത്ര ഏരിയ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്ക്. ഉറപ്പായിട്ടും അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 15 മുകളിലോട്ടും 20 മാർക്ക് വരെയൊക്കെ ചില പരീക്ഷകളിൽ കിട്ടുകയും ചില പരീക്ഷകൾ 20 കൂടുതൽ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. 12 ദിവസം റിവിഷൻ ഡേയും തരുന്നു. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 6 ദിവസം കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ ഡേ, 12 ദിവസം കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ളൊരു റിവിഷൻ എക്സാം ഉണ്ടാവും ഈ 17 ഹോട്ട് ടോപ്പിക്കുകളുടെ. ഇത് മൊത്തം കഴിയുമ്പോൾ ഒരു 15 ദിവസം കൊണ്ട് 2 ആഴ്ച കൊണ്ട് ഒറ്റയടിക്ക് എത്ര മാർക്കാ? 20 മാർക്കിന് മുകളിൽ നിന്ന് കൊയ്തെടുക്കാൻ പറ്റും. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും നടക്കും നോക്ക്. നിങ്ങളൊരു പുസ്തകം എടുത്ത് വെച്ച് റാങ്ക് ഫയൽ എടുത്ത് വെച്ച് ആദ്യ പേജ് മുതൽ വായിച്ച് നോക്കിയേ. നിങ്ങൾ ഈ 15 ദിവസം കൊണ്ട് എത്തിയിട്ടുണ്ടാവുന്ന പേജിൻ്റെ എണ്ണം നോക്കിയിട്ട് ആ പേജിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ഉണ്ട് നോക്കിയാൽ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ മാക്സിമം 3-4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷകൾ നോക്കിക്കാണണം, സിലബസിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന പ്ലാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ദെൻ സ്റ്റെപ്പ് 2 കടക്കും നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2021 മുതൽ 21, 22, 23, 24 കാലഘട്ടത്തിൽ ഇപ്പോൾ പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ വന്നതിന് ശേഷം, പുതിയ പാറ്റേണുകൾ വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, LGS നിലവാരത്തിലുള്ള നിങ്ങളുടെ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം നമ്മൾ നോക്കും. അതിലേക്ക് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 17 ടോപ്പിക്കിൽ നിന്ന് എത്രയോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ബാക്കി ടോപ്പിക്കിലുള്ള ചോദ്യം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ഒന്ന് വായിച്ചു പോകും. ബൈഹാർട്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ബൈഹാർട്ടാക്കും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊന്നും ബൈഹാർട്ടാക്കാൻ പറ്റില്ല. വെറുതെ ഒന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് പരിചയപ്പെട്ടു പോകും. മാത്സും ആ രീതിയിലൊന്ന് പരിചയപ്പെട്ടു പോകും. അത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും? സ്റ്റെപ്പ് 2 വെറും കുറച്ച് ദിവസം കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് പരിചയപ്പെടും. ദെൻ സ്റ്റെപ്പ് 3 കടക്കും നമ്മൾ. സിലബസ് ഏരിയയുടെ കൃത്യമായ പഠനം. അതായത് മൊത്തമുള്ള സിലബസ് ഏരിയയിൽ ഈ 17 ഹോട്ട് ടോപ്പിക്സുകൾ ഓൾറെഡി നമ്മൾ പഠിച്ചല്ലോ. ബാക്കിയുള്ള സിലബസ് ഏരിയ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ദിവസവും കുറച്ച് വീതമായിട്ട് തീർക്കണം. അവിടെ SCRT ഉണ്ട്, നോൺ SCRT ഉണ്ട് അല്ലേ? SCRTക്കാണ് നിങ്ങളുടെ ഒരു പരീക്ഷയിൽ ഒരു 75% SCRT ചോദ്യങ്ങളാണ് GKയിൽ ഉണ്ടാവാറ്. ബാക്കി ഒരു 25% SCRTയിൽ ഉണ്ടാവാറില്ല, നോൺ SCRT ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനൊരു രണ്ടിനും ഒരു തക്കതായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ദിവസവും ചിലപ്പോൾ ചില ദിവസം പഠിക്കാനുണ്ടാകുക 2 ചാപ്റ്ററുകൾ, ചെറിയ ചാപ്റ്ററുകളായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് വൈസ് ക്ലാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്കും തീർത്ത് നമ്മൾ ഓരോ ദിവസവുമായിട്ട് പഠിച്ചു പോകും. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും എക്സാമുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സിലബസ് മുന്നിലുണ്ടല്ലോ, ആ സിലബസ് എടുത്ത് റൂമിൽ ഒട്ടിച്ച് വെക്കുക. ഞാൻ ആദ്യം പഠിക്കാൻ തന്ന 17 ടോപ്പിക്ക് അത് കഴിഞ്ഞു, അതെന്ത് ചെയ്യുക? കട്ട് ചെയ്യുക, റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അടിവരയിട്ട് വെക്കുക. ഇനി ബാക്കിയുള്ള ടോപ്പിക്കുകളുണ്ടല്ലോ ഇതേപോലെ കൃത്യമായിട്ട് ഓരോന്നും കണ്ട് തീർത്ത് പോവുക. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യുക? ഓരോ ദിവസവും കുറച്ച് വീതം തീർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടിവരയിടുക. അല്ലാതെ ഒരു ദിവസം കുറച്ച് ജോഗ്രഫി വായിച്ച്, കുറച്ച് ഹിസ്റ്ററി വായിച്ച്, കുറച്ച് സയൻസ് വായിച്ച്, കുറച്ച് കണക്ക് പഠിച്ച്, കുറച്ച് ഇങ്ങനെ ഓരോ വിഷയം ഇത്തിരി പഠിക്കുന്നതിൽ കാര്യമില്ല. അതൊക്കെ പഴയ രീതിയാണ്. അതല്ല സ്കൂൾ ക്ലാസ്സിൽ നടപ്പിലാക്കുന്ന രീതിയാണ്. ഒരു PSC പഠനം അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കൂടുതൽ മണിക്കൂറുകൾ ഒരേ സാധനം പഠിക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മളാവണം. ആദ്യ ദിവസം ആയില്ലെങ്കിലും ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് നിങ്ങൾ ട്രാക്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആവും. എന്നാലാണ് പഠിക്കൊണ്ട് കാര്യമുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പഴയ പോലെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ തോന്നുന്ന മടുപ്പിനനുസരിച്ച് മാറ്റി ഇങ്ങനെ വായിച്ച് പോകാം. കാരണം എന്താ? ഒബ്ജക്റ്റീവ് ലെവൽ ചോദ്യങ്ങളാണ്,
ഫുൾ ആവർത്തന ചോദ്യങ്ങൾ ഉണ്ടാവുക, പണ്ട് വന്ന ചോദ്യങ്ങൾ എന്നെങ്ങനെ ആവർത്തിക്കുകയാണ് ചെയ്യുക. അതൊരു സാധാരണ GK പഠനമാണ്, നമ്മുടെ അറിവ് കൂട്ടുന്ന ഒരു വെറുതെ ഉള്ളൊരു പരിപാടിയായിരുന്നു പണ്ടത്തത്. അന്ന് നിങ്ങൾക്ക് എന്ത് വേണേൽ മാറി മാറി മടിക്കുമ്പോൾ മാറ്റി പഠിക്കുക. ഇപ്പം അതല്ല. ഇപ്പം എങ്ങനെയാണ്, ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നല്ല വ്യക്തമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയുണ്ടോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് തീർക്കുക തന്നെ വേണം. എന്നാലാണ് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ അരമണിക്കൂർ ഇത് പഠിച്ച് മാറ്റി വയ്ക്കുന്ന പരിപാടിയില്ല. ബുദ്ധിമുട്ട് തോന്നും, ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ട്രാക്കിലായിക്കോളും, പിന്നെ ലെവലിൽ പോയിക്കോളും. അങ്ങനെ പഠിച്ചാലാണ് ഇനിയുള്ള കാലത്ത് PSC പരീക്ഷ നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു പഠനമാണ് ഓരോ ദിവസവും നമ്മൾ നടത്തി പോവുക. അങ്ങനെ സിലബസ് ഏരിയ കംപ്ലീറ്റ് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചു തീർക്കും. ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചു, ബാക്കിയുള്ള ഏരിയകൾ അല്ലാതെയും തീർക്കും. അങ്ങനെ സിലബസ് ഏരിയ മൊത്തമായിട്ട് നമ്മൾ GKയുടേതും മാത്സിൻ്റെതും കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് സ്റ്റെപ്പ് 4ലേക്ക് കടക്കും. സ്റ്റെപ്പ് 4 എന്താണ്? മെഗാ റിവിഷനാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൊത്തം റിവിഷൻ ചെയ്യും. പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു സബ്ജക്റ്റ് ഫുള്ള് തീർക്കുക, പിന്നെ ഒരു സബ്ജക്റ്റ് ഫുള്ള് തീർക്കുക, അങ്ങനെയല്ലല്ലോ. ഇന്ത്യൻ ജോഗ്രഫി ഫുള്ളായിട്ട് അടുത്ത ദിവസം, നാളെ മറ്റന്നാൾ മറിച്ച എല്ലാ ദിവസവും ഇന്ത്യൻ ജോഗ്രഫി പഠിച്ച് ഇന്ത്യൻ ജോഗ്രഫി തീർക്കുക, അടുത്ത ദിവസം അങ്ങനെ പഠിച്ച് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുക, അങ്ങനെയല്ലല്ലോ പഠിക്കുക. അത് നമുക്ക് മടുപ്പായിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ വിഷയങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുക. അപ്പോൾ ഇത് റിവിഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? സബ്ജക്റ്റ് ബേസ് റിവിഷൻ ചെയ്യും. അവിടെ നമ്മൾ ഇന്ത്യാ ചരിത്രം ഒരു 3-4 ദിവസം എടുത്തിട്ട് ആ ഇന്ത്യാ ചരിത്രം മുഴുവൻ അങ്ങ് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യും. അവിടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, റിവിഷൻ ഉണ്ടാവുക. അല്ലാതെ ആദ്യ ഡേ മുതൽ ഡേ 10 വരെ പഠിച്ചത് ഒരുമിച്ച് റിവിഷൻ ചെയ്യുക, 11 മുതൽ 20 വരെയുള്ള റിവിഷൻ ചെയ്യുക, അതല്ല. അതുകൊണ്ട് കാര്യമില്ല. അത് വീണ്ടും അവയിൽ പരുവാവും. ഈ റിവിഷൻ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം? സബ്ജക്റ്റ് വൈസ് റിവിഷൻ നടത്തണം. പിന്നെ എന്താണ്? മോഡൽ എക്സാമുകൾ മാക്സിമം എഴുതണം. കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്തു, ഇനി മോഡൽ എക്സാം എഴുതുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് 100-ൽ 100-ന് വേണ്ടിയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. മാക്സിമം മോഡൽ എക്സാമുകൾ ചെയ്യാം. മോഡൽ എക്സാം അതിന് മുമ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, വേണമെങ്കിൽ ചെയ്യാം. ഇനി അത് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞിട്ട്, കാരണം ഞാൻ പറഞ്ഞു ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാം. അതിന് പകരമാണ് ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നതേ ഉള്ളൂ, നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ, എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം എന്ന് മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ എൻട്രിയുള്ള മോഡൽ എക്സാം എഴുതാം. പക്ഷേ അവിടെ പ്രശ്നം എന്താ? 17 ഹോട്ട് ടോപ്പിക്സേ പഠിച്ചുള്ളൂ, മാക്സിമം കിട്ടി 20 മാർക്കാണ് അല്ലേ? ഇപ്പോൾ ഇതിനിടയിലൊക്കെ ഓരോന്നും പഠിച്ചു പോകുമ്പോൾ ചില ദിവസം നിങ്ങൾക്ക് 30 കിട്ടും, 35 കിട്ടും, 40 കിട്ടും, 20 കിട്ടും, 18 കിട്ടും. അപ്പോൾ എന്താ വിചാരം? 40 കിട്ടിയിട്ട് പിറ്റേ ദിവസം 18-20 കിട്ടുമ്പോൾ നമ്മൾ ആകെ ടെൻഷനായി പോകും. മോഡൽ എക്സാം ചെയ്തിട്ട് അയ്യോ ഞാൻ പിറകോട്ടാണോ പോകുന്നതെന്നൊക്കെ ചിന്തിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫ് ആയതുകൊണ്ടായിരിക്കും. അതിൽ കാര്യമില്ല. അങ്ങനെ തിരിച്ചറിവുള്ള ആളുകളാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ മോഡൽ എക്സാം ഇങ്ങനെ എഴുതി പോവാം. ആ തിരിച്ചറിവില്ലാത്ത ആളുകളാണെങ്കിൽ സിലബസ് ഏരിയ കംപ്ലീറ്റ് തീർത്തതിന് ശേഷം മാക്സിമം മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇഷ്ടംപോലെ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് തരും. ആ മോഡൽ എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ നേരത്തെ ബാക്കി വെച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകും. ഞാൻ 21 പറഞ്ഞത് 17, 18, 19, 20 വരെയുള്ള LGS നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോകാം. അത് PSCയുടെ പുതിയ സിലബസിന് മുമ്പുള്ളതാണ്. അപ്പോൾ ഇതിൽ പെടാത്ത ചില ചോദ്യങ്ങളിലൂടെ അവിടെ നിന്ന് വരും. അത് നമുക്ക് ആവശ്യവും വരും. കാരണം ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ PSC എന്ത് ചെയ്യുന്നുണ്ട്? സിലബസിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2017 മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ GKയും മാത്സും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടെ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളും കിട്ടും. സിലബസിലുള്ള കാര്യങ്ങളുടെ ഒരു റിവിഷൻ തന്നെയാണ്. ഈ ഒരു റിവിഷൻ പോലെ തന്നെയുള്ളൊരു റിവിഷനായിട്ടും അത് മാറും. കാരണം 2017 മുതൽ ഇങ്ങോട്ട് SCERT ആണ് കൂടുതൽ ചോദിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ സാധനം നല്ലൊരു റിവിഷൻ കൂടിയായിട്ട് നിങ്ങൾക്ക് മാറും. അതാണ് സ്റ്റെപ്പ് 4. ദെൻ അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് 5 ബ്ലൂ പ്രിൻറ്റ് റിവിഷൻ. പരീക്ഷയുടെ അടുത്ത കാലഘട്ടത്തിൽ അല്ലേ, പരീക്ഷയുടെ അവസാന ആ ഒരു ടൈമിൽ, അവസാന മാസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? അതുവരെ അതിനിടയിലൊക്കെ പല പരീക്ഷകൾ നടക്കുമല്ലോ. അപ്പോൾ അപ്പോഴത്തെ ട്രെൻഡ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യും. മൊത്തത്തിലുള്ള മെഗാ റിവിഷൻ നടത്തിയതിന് ശേഷം കൂടുതൽ ആവർത്തിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ട്രെൻഡി ടോപ്പിക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഹോട്ട് ടോപ്പിക്സുകൾ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് തന്നെയായിരിക്കും ആ കാലഘട്ടത്തിലും. കാരണം സമയം ഇനിയും നീളല്ലേ. ചിലപ്പോൾ അത് മാറും. പരീക്ഷകളിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം കൂടുതൽ ആവർത്തിക്കുന്ന ഇതാണെന്നുള്ള കാര്യം. അപ്പോൾ മാറ്റങ്ങൾ വരും. അപ്പോൾ ആ ട്രെൻഡ് നോക്കിയിട്ട് ആ കുറേ ഹോട്ട് ടോപ്പിക്സുകൾ അന്ന് കണ്ടുപിടിക്കുക. അതാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ആ ബ്ലൂ പ്രിൻ്റ് റിവിഷൻ നമ്മൾ ഒന്നുകൂടെ നടത്തും. അതിനെപ്പറ്റി അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നമ്മുടെ എൻട്രിയുടെ ചാനലിലൂടെ എത്രയോ തവണ ഓരോ പരീക്ഷയുടെ മുമ്പ് നിങ്ങൾക്ക് ബ്ലൂ പ്രിൻ്റ് തന്നിട്ടുണ്ട് അല്ലേ? 2-3 ആഴ്ച മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പോ, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് നൽകുക. ആ സമയത്ത് അത് നൽകി ഉപയോഗപ്പെട്ടവർ എത്രയോ പേരുണ്ട്. എനിക്ക് വരുന്ന കമൻറ്റുകളിൽ, എനിക്ക് വരുന്ന സാറേ താങ്ക്സ് എന്ന് പറഞ്ഞു വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് ഈ ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യമാണ്. ആ ഒരു ഇപ്പം പ്രത്യേകിച്ച് ലാസ്റ്റ് ഇപ്പോൾ
ഖാദി ബോർഡിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്ത ആളുകളിൽ എത്രയോ വലിയ എണ്ണം ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാറേ ആ ബ്ലൂ പ്രിൻറ്റ് വളരെ ഉപകാരം, ആ ബ്ലൂ പ്രിൻറ്റ് അനുസരിച്ചുള്ള ഒരു 30 days ഫ്രീ ക്ലാസ് നമ്മൾ ടെലഗ്രാമിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കിട്ടിയതെന്നുള്ള പറഞ്ഞ എത്രയോ വളരെ സന്തോഷമാണ് അങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾ പറയുമ്പോൾ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അത് നിങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാതെ തുറന്നു പറയുക എല്ലാവരും. അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും കേൾക്കുന്നവർക്ക് എല്ലാ അധ്യാപകർക്കും അതേപോലെയുള്ള സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റെപ്പ് 5 നമ്മൾ അതേപോലെ ബ്ലൂ പ്രിൻറ്റ് റിവിഷൻ നടത്തിയിട്ട് ഫൈനൽ സ്റ്റെപ്പ്, അതായത് സ്റ്റെപ്പ് അല്ലാതെ എന്താണ് നമ്മൾ അവസാന ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പരീക്ഷയുടെ അവസാന ദിവസങ്ങളിൽ നമ്മൾ വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട മൈക്രോ ലെവലിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു റാങ്ക് ജേതാവ് പിറവി കൊള്ളുന്നത്. അല്ലാതെ 1ാം റാങ്കുകാരൻ, ഒരു പരീക്ഷയിൽ 1ാം റാങ്കുകാരൻ വരുന്നു, ആ 1ാം റാങ്കുകാരൻ്റെ അതേ പഠന നിലവാരവും അതിനേക്കാൾ കഴിവൊക്കെയുള്ള എത്രയോ ആളുകൾ ഇയാൾക്ക് പിറകിലായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ 1ാമത് എത്തി എങ്ങനെയാണ്? ആ ദിവസത്തെ പെർഫോമൻസിൽ അയാൾ എന്തൊക്കെയോ ചെയ്തു, ആ ദിവസത്തെ അന്നത്തെ പെർഫോമൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത ദിവസങ്ങൾ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. ഉറക്കം മുതൽ പഠനത്തിലും കാര്യത്തിലും കുടിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ഒക്കെ കാര്യങ്ങളുണ്ട്. പരീക്ഷ ഹാളിൽ ചെയ്യുന്ന കാര്യത്തിലും OMR ഷീറ്റിൽ ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. പല മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബ് വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, പലരും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും അല്ലേ. അതൊക്കെ ഇപ്പോൾ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ഇവിടെ പേനയുടെ കാര്യം പോലും പറഞ്ഞിട്ടുണ്ട്. പലരും പണ്ടെന്തൊക്കെയാണ് ചെയ്യുക, പുതിയ പേന വാങ്ങിയിട്ട് ഐശ്വര്യത്തോടെ പരീക്ഷ എഴുതാൻ പോകുകയായിരുന്നു ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോക്കുണ്ടോ? ഇല്ല. പണ്ടെത്രയോ കൊല്ലം മുന്നേ ഞാൻ നിങ്ങളോട് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതായത് നമ്മളൊരാഴ്ച ഉപയോഗിച്ച് തയമ്പിച്ച പേനയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബബിൾ ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 5-10 ബബിൾ അധികം ചെയ്യാനുള്ള ടൈം അവിടെ നിന്ന് മാത്രം കിട്ടും. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നിങ്ങളുടെ സമ്മർദ്ദമൊക്കെ ഒഴിവാക്കി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല ലെവലാക്കി നല്ല പ്ലസൻറ്റ് മൈൻഡോടുകൂടി പ്ലസൻറ്റ് മൂഡിൽ എക്സാമിന് നിങ്ങളെ വിടുന്ന ആ രീതിയിലുള്ള ബാച്ചാണ് നമ്മുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1-ാം തീയതി മുതൽ ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്നത്തെ ഓഫറിൽ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ എൻട്രിയുടെ നോർമൽ ബാച്ചും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ മന്ത് എൻഡ് ഓഫറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോർമൽ ബാച്ച് കിട്ടും. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ നോർമൽ ബാച്ച് എടുത്താൽ മതി. അതിലെല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഞാൻ ഉണ്ടാക്കിയ സ്റ്റഡി പ്ലാനിലായിരിക്കില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ മെൻറ്റർ ഉണ്ടാവില്ല എന്നുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നോർമൽ ബാച്ച് എടുത്താലും മതി. ഇനി ഈ ഒരു ഗൈഡൻസ് വേണം, എൻ്റെ ഒരു ഗൈഡൻസ് വേണം, ഒരു മെൻറ്റർഷിപ്പ് വേണം, എൻ്റെ കൂടെയുള്ള മറ്റ് മെൻറ്റേഴ്സ് ഉണ്ട്, അവർ നിങ്ങളുടെ കാര്യങ്ങൾ ഓരോ ദിവസവും അന്വേഷിക്കും, നിങ്ങളുടെ പഠന നിലവാരം വിലയിരുത്തും, നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ തന്ന് ഓരോ തളികയിലാക്കി നിങ്ങളെ മുന്നിൽ വെച്ച് തരികയാണ് ചെയ്യുക ഓരോ ദിവസത്തെയും പ്ലാന്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് ബാച്ചിലേക്ക് വരാം. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇതിനൊന്നും പറ്റാത്ത, അതായത് എൻ്റെ നോർമൽ ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1000 രൂപ ഉണ്ടാവുള്ളൂ, 999 അല്ലെങ്കിൽ 1100, 1200 ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഉണ്ടാവുക. ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓഫർ ഡേ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 1000 രൂപ പോലും നിങ്ങൾക്ക് ചിലവാക്കാനില്ല എങ്കിൽ, അങ്ങനെ ഇല്ലാത്തന്ന് ആരും ഉണ്ടാവില്ല. എന്നാലും വെറുതെ പറയും, സാറേ അതുപോലും എനിക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. ഈ പറയുന്ന ആളുകളോ മാസത്തിൽ 399 400 ഫോൺ റീചാർജ് ചെയ്യുന്നുണ്ടാവും അല്ലേ ദിവസവും. അങ്ങനെയുള്ള നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലഘൂകരിക്കാൻ പറ്റുന്ന പല ചിലവുകളും നടത്തുന്നുണ്ടാവും. അത് വേറെ കാര്യം. എന്തോ ആയിക്കോട്ടെ, എന്നിട്ടും പറ്റാത്തവരുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് നിങ്ങളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകം ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ വരും. എന്നിട്ട് സിലബസ് മുന്നിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിൽ ഓരോ ഏരിയയും മാർക്ക് ചെയ്ത് ബുക്കിൽ നിന്ന് പഠിച്ചു പോകും. അല്ലാതെ പേജ് 1 മുതൽ അവസാനം വരെ തീർക്കാനിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ തീർത്തവരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ തീർത്തവരൊക്കെ നേടിയ ചരിത്രവും വളരെ കുറവാണ്. കാരണം മടുത്തു പോവും. പഠനം എന്ന് പറയുന്നത് അത്ര രസകരമായ ഒരു ഏർപ്പാടല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഔട്ട്പുട്ട് കിട്ടിയാൽ നമുക്ക് പിന്നെ ഒരു ഉഷാറുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ പഠിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഓരോന്നും തീർത്ത് പോവുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, മോഡൽ എക്സാമുകൾ എഴുതുക. എൻട്രിയിലെ ഫ്രീ മോഡൽ എക്സാമുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയത്തിലേക്ക് പോവുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ ക്ലാസ് ഇന്നത്തെ ഈ ഒരു സെഷൻ കേട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ട് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക കാര്യത്തിൽ നിന്ന് നിങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ട്, അങ്ങനെ പ്രചോദനം ഉൾക്കൊണ്ട് 1-2 ദിവസങ്ങൾ അതിമാനുഷികമാം വിധം അല്ലെങ്കിൽ നിങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന വിധം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റിയേക്കാം. അങ്ങനെ പഠിക്കുന്നവരല്ല അന്തിമ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. എന്താണ്, ഒരു കാലം ആവശ്യപ്പെടുന്ന മത്സര പരീക്ഷാ രംഗം ആവശ്യപ്പെടുന്ന ഒരു മിതമായ പഠന രീതിയുണ്ട്. ആ ഒരു പഠന രീതി മാക്സിമം കാലം
ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളാണ് എന്നും വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് മനസ്സിൽ വെച്ചുകൊള്ളുക അല്ലേ. ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലേ ഒരു അത്ഭുതം നടത്തുന്നവരല്ല ഒരിക്കലും ഇങ്ങനെയുള്ള ദീർഘകാല പഠനം വേണ്ട അല്ലെങ്കിൽ ദീർഘകാല പരിശ്രമം വേണ്ട കാര്യങ്ങളിലൊന്നും വിജയിക്കുന്നത്. അവിടെയൊക്കെ വിജയിക്കുന്നത് നിതാന്ത പരിശ്രമം നടത്തുന്നവരാണ്. മിതമായ തോതിൽ നിതാന്ത പരിശ്രമം നടത്തുന്നവരാണ് ഇന്നും വിജയിക്കുക. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം അങ്ങോട്ടേക്ക് പഠനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.